മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 തിമോത്തി 4:18 2 തിമോത്തി chapter 4 verse 18 കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്കായി കാത്തുകൊള്ളും. റോമിലെ ഏറ്റവും വലിയ പ്രഭു കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന മാർക്കസസും മനാർലിയസും ഇവരുടെ സഹോദരന്മാർ ക്രിസ്ത്യാനികളായ എന്ന കാരണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ അക്രൈസ്തവരായ അവരുടെ മാതാപിതാക്കളുടെ അപേക്ഷ നിമിത്തം 1 മാസത്തെ അവധി ഗവർണർ ആ സഹോദരങ്ങൾക്ക് അനുവദിച്ചു. 30 ദിവസത്തിനകം ക്രൈസ്തവ വിശ്വാസം വിട്ട് റോമിലെ പഴയ മതം സ്വീകരിച്ചു കൊള്ളണമെന്നായിരുന്നു വ്യവസ്ഥ. തടവറയിൽ ചെന്ന് മാതാപിതാക്കൾ കണ്ണീരോടെ മക്കൾ ക്രിസ്ത്യാനികളാകരുതേ എന്നപേക്ഷിച്ചു. എന്നിട്ടും അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു നിറഞ്ഞു നിന്നു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും തടവറയിലെത്തി. തങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കണ്ടപ്പോൾ യുവാക്കളുടെ നയനങ്ങൾ വികസിച്ചു. വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ ഭാര്യമാർ പ്രേരിപ്പിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ വിശ്വാസം ഉപേക്ഷിക്കാനായിരുന്നു ഭാര്യയും കുഞ്ഞുങ്ങളും നിർബന്ധിച്ചു. കുട്ടികൾ ജയിലറകളിൽ പിടിച്ചു കരഞ്ഞു. ഞങ്ങൾക്ക് ജീവനോടെ ഇനി അപ്പച്ചനെ കാണാൻ കഴിയുകയില്ലല്ലോ. ഇതായിരുന്നു അവരുടെ സങ്കടം. എന്നെക്കാളേറെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന തിരുവചനം ആ സഹോദരങ്ങളെ വിശ്വാസത്തിൽ നിർത്തി. ഈ സമയത്താണ് സെബസ്ത്യാനോസ് തടവറ സന്ദർശിക്കുന്നത്. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ സെബസ്ത്യാനോസ് ക്രിസ്തുവിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞ് ആ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്തത്. വിശപ്പ് കൊണ്ട് തളർന്നുപോയ വ്യക്തിക്ക് ആഹാരം ലഭിക്കുമ്പോൾ സംതൃപ്തിയായിരുന്നു സെബസ്ത്യാനോസിന്റെ വാക്ക്. അവരുടെ മുഖങ്ങളിൽ അത് പ്രതിഫലിച്ചു. ചോർന്നുപോയ ആത്മവീര്യം മുഴുവൻ അവർക്ക് വീണ്ടും ലഭിച്ചു. ആ തറവിലെ മറ്റു ക്രിസ്ത്യാനികളിലും വിശ്വാസം ബലപ്പെടുത്തുവാൻ ഈ സഹോദരങ്ങൾ കാരണമാവുകയും ചെയ്തു. വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, നിങ്ങൾ വിനയം കൊണ്ട് ചുരുങ്ങി ഒരു പൂജ്യമായി ജീവിക്കും. അതെ, കർത്താവിനെ ആശ്രയിക്കും. എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മളെ കാത്തുകൊള്ളുമെന്നുള്ള ചിന്ത നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ട്